ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെങ്കിൽ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ട് ഇവിടെ മഴ പെയ്തപ്പോഴത്തേന് നല്ല അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 2-3 മണിയായപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു മക്കളുണ്ട് നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ റെഡി, അപ്പോഴേ റെഡിയായവർ. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ സ്കൂട്ടി എടുത്തിട്ട് ഒറ്റ പോക്കങ്ങ് പോയി കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചങ്ങ് പോയതാണ്. അപ്പോൾ കുറേ ദിവസമായി അവർ പപ്പ പോയതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്ത് പോവുക, മക്കളെയും കൊണ്ട് അങ്ങനെ പുറത്ത് പോകാറ്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോവും, തിരിച്ച് വരും. അല്ലാതെ മക്കളെ അങ്ങനെ കൊണ്ടുപോയി ഒന്നാമത് ചൂട് കാരണം മോളെയും കൊണ്ട് അങ്ങനെ പുറത്തിറങ്ങണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി 1-2 ഇടത്ത് പോകേണ്ടുന്ന ആവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഇവിടെ പട്യാലയിലും മീൻ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ മീൻ കിട്ടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെയാണ് ഫസ്റ്റ് പോയത്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു. അവിടെ ചെന്നപ്പോഴേ മീൻ കണ്ടപ്പോഴേ ആളൊറ്റ കാര്യം പറയുള്ളത് ജീവനുള്ള മീൻ മേടിക്കണമെന്ന് കേട്ടോ. അപ്പം മോളൂട്ടി കാണിക്കാനായിട്ട് അവളെ എടുത്തുകൊണ്ടാണ് കിടക്കുന്നത്. ചള്ളയിൽ ഞാൻ ഇറക്കിയില്ല. അവിടെ ഇറക്കി കഴിഞ്ഞാൽ ഫുള്ള് കാലിൽ അഴുക്ക് പറ്റുമെന്ന് വെച്ചിട്ട് അവളെ എടുത്തു. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്. ഫുള്ള് കണ്ണ മോളുടെ അവിടെ ആയിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ അവിടെ പോയി കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. കളിപ്പാട്ടം ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് മേടിച്ചത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് അവർ സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ പിന്നെ സ്വന്തം പാനിപ്പൂരി കഴിക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ. ഞങ്ങൾ എപ്പോൾ പപ്പായും കൂട്ടി പുറത്ത് പോയാലും നമ്മൾ എപ്പോഴായാലും അവിടെ കയറാറുണ്ട്. ഞാനൊരു പാനിപ്പൂരിയും കഴിച്ച്, അവരെന്തോ അത് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന സാധനം, നല്ല മധുരമാണ്. അവരതും കഴിച്ച്, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതെന്താണെന്ന്. അങ്ങനെ അതും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയപ്പം എൻ്റെ ഹെൽമെറ്റ് ഓൾറെഡി മൊത്തം പോയിരുന്നായിരുന്നു. അങ്ങനെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഒടുക്കത്തെ വില. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ 10-200 രൂപയാവും. പുതിയൊരു ഹെൽമെറ്റ് മേടിക്കാൻ 400 രൂപയുള്ളൂ. അപ്പം പിന്നെ ഒരു പുതിയ ഹെൽമെറ്റൊക്കെ മേടിച്ചു. അപ്പോൾ രണ്ടുപേരും കണ്ണാടി വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അതും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് മേടിക്കുന്നത് നമ്മുടെ ദം ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്കൊരു ബിരിയാണിയൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് വന്നു. അപ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിലായി കേട്ടോ. ഒരു ചൂടില്ലായിരുന്നു, ചൂട് കുറവുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ അടിപൊളിയായിട്ട് വീട്ടിലൊക്കെ കുറേ നാളായിട്ട് പുറത്ത് പോയിരുന്ന പിള്ളേർ നല്ല ഹാപ്പിയായി. അവരെയും കൊണ്ട് അങ്ങനെ പോയിട്ട് തിരിച്ച് വന്നു. ഇനി ഉള്ളത് അവരുടെ ഓരോ എന്താ പറയുക സാധനങ്ങളെല്ലാം ഇപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഫുൾ അഴിച്ച് ഇനി എന്തൊക്കെ കളിപ്പാട്ടങ്ങളെന്ന് വെച്ചാൽ മോന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഹെലികോപ്റ്ററിൻ്റെ മറ്റേ ജെറ്റിൻ്റെ അത് വേണമെന്ന്. അങ്ങനെ അയാൾക്ക് അതൊരെണ്ണം മേടിച്ചു. പിന്നെ മൂക്കുവിൻ്റെ എവിടെ പോയാലും പാവയാണ്, പാവ വിട്ടൊരു കളിയില്ല അവൾക്ക്. അങ്ങനെ അയാൾക്ക് ഡോളും മേടിച്ച് അങ്ങനെ അത്യാവശ്യം എല്ലാമൊക്കെ മേടിച്ച്. അപ്പോഴുണ്ട് അവിടെ ടെലിഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടെലിഫോൺ വേണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ അതും മേടിച്ചു വിട്ടു. ഡോളില്ലാത്ത കളിയില്ല, ഡോൾ എവിടെ പോയാലും മേടിയിട്ട് എന്ത് മേടിച്ചെന്ന് പറയുക ഡോള് വേണം കേട്ടോ. അപ്പോൾ ഡോൾ പറഞ്ഞതിന് മേടിച്ചു. അത് കുറേ ചെരുപ്പുകളെല്ലാം മാറി മാറി ഇട്ടു വിടും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.